എനിക്കെൻ്റെ ഫുൾ പൂക്കളെ കാണിക്കാൻ, ചെടികളെ കാണിക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ ലാസ്റ്റ് ഷോർട്സിലെ. അപ്പം ഞാൻ എൻ്റെ ബാക്കി ചെടികളും കൂടെ കാണിക്കാം. ഇതാണ് നല്ല പിങ്ക് പാൻസി, കണ്ട. ഇത് ഇന്നലെയൊക്കെ ഇവിടെ മിനിങ്ങാന്നൊക്കെ നല്ല മഴ പെയ്തു, അതുകൊണ്ട് അതിൻ്റെ ആ പൂവിൻ്റെ വെയിറ്റ് കൊണ്ടെല്ലാം മറിഞ്ഞു ചാടി കേട്ടോ. അതുകൊണ്ട് എത്ര ഒരു ബഞ്ചിൽ തന്നെ എത്ര പൂക്കളാണെന്ന് നോക്കിയാൽ 4 എണ്ണമാണേ. ഇതിലെല്ലാം മറിഞ്ഞു കിടക്കുക കേട്ടോ. ഇതുണ്ട, നല്ല ഭംഗിയല്ലേ കാണാൻ. പിന്നെ ഇത് അതിൻ്റെ തന്നെ നല്ലൊരു വയലറ്റ്, എന്താ പറയുന്നത്, ഡാർക്ക് പിങ്കോ പർപ്പിളോ എന്ത് വേണേൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വിളിച്ചോ. ഉണ്ടോ, ഇതുണ്ട് ഇഷ്ടം പോലെ. ഇതിനെപ്പം കുറേ എല്ലാം പൊഴിഞ്ഞു പോയി. ഇതുണ്ടോ, ഇത് അങ്ങോട്ടൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ലൈറ്റ് പിങ്ക് താമസിച്ചാണ് വിടുന്നത്. മറ്റേ പർപ്പിൾ ആദ്യം വിടർന്നായിരുന്നു. ഇതുണ്ട്, ഇതിലിഞ്ഞ് ഈ കാണുന്നതെല്ലാം മുട്ടാണേ. ഇത് നമ്മുടെ ജെറേനിയം ബെഡിങ്സാണ്. ആ ഫ്ലവേഴ്സ് എല്ലാം പൊഴിഞ്ഞു പോയിട്ട് അതിൻ്റെ പൂക്കളുടെ ആ ഒരു ബഡാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ കാണുന്നത് കമീലിയായിരുന്നു. ഇത് ഈ റോസ് പോലെ നല്ല നിറയെ പൂക്കളുണ്ടാകുന്നൊരു ചെടിയായിരുന്നു. അതിൻ്റെ ഫ്ലവറിങ് മാർച്ച് ഏപ്രിലായിരുന്നേ. ഇതാണ് എൻ്റെ റോസ്. ഇതിൻ്റെ വീഡിയോ ഞാൻ പലപ്പോഴും ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. കണ്ടോ. പിന്നെ ഇവിടെ നിറയെ സ്ട്രോബെറി ഉണ്ട് കേട്ടോ. ഈ നിൽക്കുന്ന എല്ലാ സ്ട്രോബെറിയാണ്. എനിക്കെന്നും ഒരു ബൗള് നിറയെ സ്ട്രോബെറി കിട്ടും കേട്ടോ. ഇത് കണ്ടോ, സ്ട്രോബെറി നിൽക്കുന്നത്. ഇത് പഴുത്ത് വരുന്നേ ഉള്ളൂ. ഇതും വേറൊരു പീനിച്ചെടിയാണേ. ഇത് ആ പിങ്ക് പീനിയുടെ വേറെണ്ണമാണ്. എനിക്കെൻ്റെ കളർ അറിയത്തില്ല. അവിടെ മൾട്ടി കളേർഡ് റോസ് നിൽപ്പുണ്ട്. ഇതാണ് എൻ്റെ ഗാർഡനിലെ ഹൈലൈറ്റ്, ഈ റോസ്. ഞാൻ ഇടയ്ക്ക് ഇത് വെട്ടിക്കളയും, പിന്നെയും വളരും. ഇത് ഇവിടുത്തെ ഒരു ജാസ്മിനാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ 1-2 തരം ജാസ്മിനല്ല ഉള്ളത്. നമ്മുടെ നാട്ടിൽ നല്ല മണമുള്ള വൈറ്റ് സിംഗിൾ പെറ്റലിൻ്റെയും പിന്നെ കട്ട മുല്ല എന്നൊക്കെ പറഞ്ഞില്ലേ, ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ പലതരം മുല്ലയുണ്ട്. ഇതിനൊരു മണമില്ല. ഇതിനും ജാസ്മിൻ തന്നെയാണ് അറിയപ്പെടുന്നത് കേട്ടോ. കണ്ടോ, നടുക്കൊരു കുഞ്ഞ്, ഇത് നിറയെ ഉണ്ടാകും. ഇത് മൊത്തം മുട്ട കേട്ടോ. ഇതെല്ലാം വിടരാനുള്ള, ഇത് ഒന്നിച്ച് വിടർന്ന് നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ മഞ്ഞ റോസ, വേറൊരു മഞ്ഞ റോസ. ഇതിങ്ങനെ കളറ് മാറി വരും കേട്ടോ. ഇതിൻ്റെ വിടരുമ്പോൾ ആദ്യം ഈ കളറാണേ. എനിക്കൊന്ന് ക്യാമറയിൽ അത്രയും ക്ലിയർ അല്ല. ഇത് കഴിഞ്ഞ് ഇങ്ങനെയാവും. പിന്നെ ചിലപ്പോൾ ഇതിന് ഈ കളറായിരിക്കും കേട്ടോ. പിന്നെ ഈ കാണുന്ന നമ്മുടെ ഗ്രേപ്സാണ്. ഇത് ഇവിടെ നിന്ന് ഞാൻ കയറ്റി വിട്ടേക്കുന്ന ഈ പെർഗോളയിലേക്ക് കേട്ടോ. ഇത് മൊത്തം ഗ്രേപ്സ് ഇങ്ങനെ ഉണ്ടായി വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഓരോ ഇലയിലും ഗ്രേപ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ബീൻസാണ് കേട്ടോ. ബീൻസ് കയറി പോകുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ പൂക്കൾ കണ്ടോ. ഇതാണ് അതിൻ്റെ പൂ ഉണ്ടായിരുന്നത്. ഇത് സ്പിനാച്ചാണ് ഈ കാണുന്നത്, സ്പിനാച്ച്. അതിൻ്റെ ഇടയ്ക്കും കലണ്ടികളും ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു സൺഫ്ലവറിൻ്റെ തൈ ഉണ്ടായി വന്നിട്ടുണ്ട്.